ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് രമേഷ് ബാബു, ശ്രീ ബിജു, നിതീഷ്, എൻ്റെ സുഹൃത്ത് ശ്രീ വിദ്യാസാഗർ, നമ്മുടെ യൂണിയൻ ചെയർമാൻ, നാഷണൽ കോളേജ് ഓഫ് കറസ്പോണ്ടൻസിലെ സുന്ദരികളും സുന്ദരിമാരും, അല്ല നിങ്ങൾ തന്നെ അഭിസംബോധന ചെയ്തതുകൊണ്ട് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നു. ഞാൻ എല്ലാവരും എനിക്ക് വെളിച്ചത്തിൽ കാണാൻ പറ്റുന്നില്ല, അത് ശരിയാണോ അല്ലേന്ന് അറിയില്ല, എന്നാലും നമുക്ക് എടുക്കാം. ആദ്യമായി ഞാൻ ശ്രീ രമേഷ് ബാബുവിനെ അഭിനന്ദിക്കുകയാണ്. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞു, സാഹസത്തിൻ്റെ ഒരു കാലഘട്ടം, 30 വർഷങ്ങൾ മുമ്പ് ഇത് തുടങ്ങിയ സാഹചര്യം, അന്ന് വിദ്യാഭ്യാസത്തിൻ്റെ ചുറ്റുപാട്. ഇനി അദ്ദേഹം കുറെ കൂടെ സാഹസങ്ങൾ നേരിടാൻ പോവുകയാണ്. കാരണം സ്വയാശ്രയവും സ്വയം ഭരണവും വന്ന സ്ഥിതിക്ക് ഇത് കറസ്പോണ്ടൻസ് ഒക്കെ എങ്ങോട്ട് പോകുമെന്ന് നമുക്കറിയില്ല. ഏതായാലും ഒരു കാലഘട്ടത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, എല്ലാ യൂണിവേഴ്സിറ്റികളും വലിയ ശ്രദ്ധയിലെത്തിയിരുന്ന ഒരു സംഭവമാണ്, ഇപ്പോഴും ശ്രദ്ധയിലെത്തുന്ന ഒരു സംഭവമാണ് ഗൾഫിലൊക്കെ ഈ കറസ്പോണ്ടൻസ് കോഴ്സുകളും മറ്റുമൊക്കെ. അതിന് ഞാൻ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയും അഭിനന്ദിക്കുകയാണ്. പിന്നെ 15 നിമിഷം ആണ് എനിക്ക് അലോട്ട് ചെയ്തിട്ടുള്ള സമയം. അപ്പോൾ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് സംസാരിക്കണം എന്നാണ് ബാബു പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ 3 സബ്ജക്റ്റ് 15 മിനിറ്റ് കൊണ്ട് തീർക്കാൻ ആഗ്രഹിക്കണം. ഈ 3 സബ്ജക്റ്റുകൾ എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ നമ്മുടെ സമൂഹം 3 ഭീഷണികളെ നേരിടുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ആദ്യത്തെ ഭീഷണി നമ്മൾ കുറേ കാലമായിട്ട് വിദ്യാസാഗറും ഞാനും ഒക്കെ നേരിട്ടുകൊണ്ടിരുന്ന ആര്യവൽക്കരണം, ഒന്നാമത്തെ ഭീഷണി. രണ്ടാമത്തെ ഭീഷണി പാശ്ചാത്യവൽക്കരണം, അതിപ്പോൾ അതികഠിനമായി നമ്മളെ പിടികൂടിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. മൂന്നാമത്തെ ഭീഷണി ഞങ്ങളുടെ സമുദായമെല്ലാം നേരിട്ടുകൊണ്ടിരിക്കുന്ന അറബ് വൽക്കരണം. 3 ഭീഷണികൾ തന്നെയാണ്. ഒന്നിനെ നമുക്ക് കുറച്ച് കാണാൻ പറ്റില്ല, ഒന്നിനെ കൂട്ടി കാണാനും പറ്റില്ല. ഈ 3 ഭീഷണികളാണ്. വിദ്യാസാഗർ വേദിയിലുള്ളതുകൊണ്ട് ഞാൻ പറയണം, വിദ്യാസാഗറിനറിയാം ഒരു കാലഘട്ടത്തിൽ ഈ ആര്യവൽക്കരണത്തിൻ്റെയും ഈ സംസ്കൃതവൽക്കരണത്തിൻ്റെയും ഫലമായിട്ട് കേരളത്തിൽ ജാതിയും അത്തരത്തിലുള്ള മറ്റു പല രോഗങ്ങളും കേരള സമൂഹത്തെ പിടികൂടിയിരുന്നു. അതിൽ നിന്ന് മോചനം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അത് അത്ര പ്രസക്തമല്ലെങ്കിൽ കൂടി ഇന്ന് പ്രസക്തമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ അടുത്ത് മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷ പദവി കിട്ടി എന്ന് പറയുന്ന റിപ്പോർട്ടുണ്ട്. ഞാൻ അന്ന് MGS നാരായണൻ അതിനെ എതിർത്തുകൊണ്ട് അദ്ദേഹം അതിന് ഒരു കുറിപ്പെഴുതി, കുറിപ്പല്ലേ അദ്ദേഹം പത്രസമ്മേളനം നടത്തി അതിനെ പറ്റിയിട്ട്. അപ്പോൾ അന്ന് ഞാൻ പഠിച്ചപ്പോൾ ഞാൻ MGSനോടൊപ്പമാണ് ആ കാര്യത്തിൽ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ പദവിയൊക്കെ നമുക്ക് നൽകാം, പക്ഷെ ആ വാക്കുകൾ തന്നെ മലയാളമല്ല, ശ്രേഷ്ഠവും മലയാളമല്ല, ഭാഷയും മലയാളമല്ല. ഭാഷ സംസ്കൃതമാണ്. ഇന്തോനേഷ്യയിൽ ബഹാസ, മലേഷ്യയിൽ ബഹാസ, ബംഗ്ലാദേശിൽ ഭാഷ, സംസ്കൃതത്തിൽ ഭാഷ, ഹിന്ദിയിൽ ഭാഷ. നല്ലൊരു വാക്ക് എന്താണെന്ന് ചോദിച്ചാൽ അത് മൊഴി എന്നുള്ളതായിരിക്കും. മൊഴിമാറ്റം എന്ന് പറഞ്ഞാൽ അതാണ് കറക്റ്റ്. ട്രാൻസ്ലേഷൻ എന്താണെന്ന് വെച്ചാൽ മൊഴിമാറ്റം, ഡബ്ബിംഗ് നമ്മൾ ഇതിൽ പറഞ്ഞു. അതേമാതിരി തന്നെ മറ്റൊരു കാര്യമുള്ളത് ഈ വിഷയത്തിൽ, നമ്മളിപ്പോൾ സംസ്കൃതവൽക്കരണത്തിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മലയാള ഭാഷയ്ക്ക് ഇവർ പറയുന്നത്, ഞാൻ മലയാള ഭാഷയുടെ ഒരു വ്യക്താവാണ്, അതുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്നത്. പക്ഷെ എനിക്കുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ഏതാണ് മലയാള ഭാഷ എന്ന് കണ്ടെത്തുന്നത്. ശ്രേഷ്ഠ ഭാഷ പദവി നൽകിയെങ്കിലും മലയാള ഭാഷയിൽ 80% പദങ്ങളും ഇപ്പം നേരത്തെ നടത്തിയ പ്രാർത്ഥനയിലടക്കം ഉള്ള പദങ്ങളും സംസ്കൃതത്തിലാണ്. ഇനി ആ സംസ്കൃതത്തിലല്ലാത്ത പദങ്ങളുണ്ടെങ്കിൽ അത് ഇംഗ്ലീഷിലായിരിക്കും. ഉദാഹരണമായിട്ട് മലയാള ഭാഷ തമിഴ് മാതിരിയല്ല. തമിഴ് ഭാഷയ്ക്ക് 2000-ലധികം കൊല്ലം പഴക്കമുണ്ട്. അതിൽ ഒറിജിനലായിട്ടുള്ള വാക്കുകളുണ്ട്. ഇപ്പം ഞാൻ ഒറിജിനൽ എന്ന് പറഞ്ഞല്ലോ, ഉള്ള വാക്കുകളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ പോലീസ് തന്നെ ഉള്ളൂ, അവിടെ കാവൽ എന്നാണ് വാക്ക്. അവിടെ ടെലിഫോണിനെ വിളിക്കുന്നത് തൊളയിപ്പേച്ചി എന്നാണ്. അവിടെ പോസ്റ്റ് ബോക്സിനെ അവർ വിളിക്കുന്നത് അഞ്ചൽ പെട്ടി എന്നാണ്. അതിനൊന്നും മലയാള പദങ്ങളില്ല, മലയാളത്തിൽ പദങ്ങളില്ല. അപ്പം മലയാള ഭാഷയ്ക്ക് ഇവിടെ ശ്രേഷ്ഠ ഭാഷ പദവി കിട്ടിയ ഈ സാഹചര്യത്തിൽ 1500 കൊല്ലം പഴക്കം വേണമെന്ന് ഉണ്ട് ശ്രേഷ്ഠ ഭാഷയ്ക്ക്. അതിൻ്റെ സാഹിത്യം, ഗ്രാമർ അടക്കം ഒറ്റപ്പെട്ടതായിരിക്കണം എന്നുണ്ട്, കടമെടുത്തതായിരിക്കാൻ പാടില്ല എന്നുണ്ട്. ഇങ്ങനെ അതിൻ്റെ സംസ്കാരം വേറിട്ടൊരു സംസ്കാരമായിരിക്കും. ഇതൊക്കെയാണ് ശ്രേഷ്ഠ ഭാഷ പദവി നൽകുന്നതിന്. എന്തോ നമ്മുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ, ഈ സർക്കാർ എന്ന് പറയുമ്പോൾ അത് തന്നെ മലയാളമല്ല, സർക്കാർ സംസ്കൃതമാണ്. ഭാരത് സർക്കാർ, കേരള സർക്കാർ. അതിൻ്റെ ശരിക്കുള്ള മലയാള പദം ഭരണകൂടം എന്നാണ്. ഭരണകൂടം എന്ന് പറഞ്ഞാൽ മലയാളമായി.
അങ്ങനെ മലയാള ഭാഷക്ക് ഇവർ ഈ പണം പോയിട്ട് മലയാള ഭാഷക്ക് ഇവർ ഇത് വാങ്ങിച്ചിരിക്കുകയാണ് പദവി. എൻ്റെ അഭ്യർത്ഥന എന്താണെന്ന് വെച്ചാൽ അത് യഥാർത്ഥ മലയാളം എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ പണം ചെലവാക്കണം. ആ പണം ചെലവാക്കേണ്ടത് യഥാർത്ഥ മലയാളം എന്താണെന്നുള്ളത്. കാരണം ഇന്ന് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥ മലയാള പദങ്ങളെയെല്ലാം നാം ഒന്ന് കൊച്ചായിട്ട് കാണണം. ഉദാഹരണമായിട്ട് എൻ്റെ മുന്നിൽ സുന്ദരിമാരായ കുറെ പെണ്ണുങ്ങൾ ഇരിക്കുന്നുണ്ട്. ഞാൻ പെണ്ണ് എന്ന് വിളിച്ചാൽ അവരെ കൊച്ചാക്കി എന്ന് പറയും. പിന്നെ ഞാൻ എന്ത് വിളിക്കണം? സ്ത്രീ മലയാളമല്ല, അല്ല വനിത മലയാളമല്ല, അല്ല മഹിള മലയാളമല്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ദ്രാവിഡ ഭാഷ അനുസരിച്ചിട്ട് പെണ്ണ് തന്നെയാണ് വിളിക്കേണ്ടത്. ആ പെണ്ണിനെ വിളിക്കൂ എന്ന് പറഞ്ഞാൽ മോശമല്ലേ? നമ്മൾ ഇവിടെ കുറ്റ്യാടി ഭാഗത്തൊക്കെ ഭാര്യനെ വിളിക്കുന്ന പെണ്ണെന്നാ. ആ പെണ്ണുങ്ങളെ വിളിക്കും, ഇതാ എൻ്റെ പെണ്ണുങ്ങളതാന്ന് പറയാം, ഇതെൻ്റെ പെണ്ണുങ്ങളാന്ന് പറയാം. അപ്പോ മലയാള ഭാഷയിൽ പല പദങ്ങളും ഒറിജിനലായിട്ടുള്ള പല പദങ്ങളെയും തരം താന്നതായിട്ടാണ് ഇന്ന് കാണുന്നത്. തരം താന്നതായിട്ടാണ് നാം കാണുന്നത്. നമ്മുടെ അഭിപ്രായത്തിൽ ഉദാഹരണമായിട്ട് ഒരാൾ ഒരു കത്തയക്കണം നമുക്ക്. പ്രിയപ്പെട്ട ഫസൽ ഗഫൂർ സാഹിബ്, ഇത് ഒരു ആചാരായിരിക്കും കൊയിലാണ്ടിയിൽ. മൂപ്പര കത്തെങ്ങനെ അറിയാം? എൻ്റെ ഗൃഹപ്രവേശം ഇന്ന തീയതി നടക്കുന്നതാണ്. വീട്ടിൽ കൂടലടോ, അത് ഗൃഹപ്രവേശമല്ല, വീട്ടിൽ കൂടുതലാണ് അതിൻ്റെ യഥാർത്ഥ വാക്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകൾ ഒരാൾ ഉപയോഗിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇ കെ നായനാറുടെ ശൈലിയിൽ ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ആ സംസ്കാരത്തെല്ലാം ആൾക്കാർ വിചാരിക്കുന്നു ഇവനൊരു തരം താന്നവനാണ്, ഇവന് സംസ്കാരമില്ലാത്തവനാണ്. അതുകൊണ്ടാണ് ഞാൻ സംസ്കൃതവൽക്കരണം എന്ന വാക്ക് ഉപയോഗിക്കാൻ കാരണം. നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയിൽ ഒരാൾ പ്രസംഗിച്ചാൽ, മലയാളത്തിൽ ഒരു സിനിമയിൽ ഒരു പാട്ട് എഴുതിയാൽ, അപ്പോൾ അവനൊരു ഭോഷണായി മാറി. മനസ്സിലായി? അപ്പോൾ അത്തരത്തിലാണ് ഇന്ന് കാര്യങ്ങൾ. അപ്പം നമുക്ക് നമ്മുടെ ഭാഷയെപ്പറ്റി തന്നെ നമുക്കൊരു അറിവില്ല. ഞാൻ വേറെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. നമ്മുടെ ചീഫ് മിനിസ്റ്റർ പേരെന്താണ്? മുഖ്യമന്ത്രി. തമിഴ്നാട്ടിൽ അത് വേറെ പേരാണ്. മുതൽ അമേച്ചർ ജയലളിത, അമേച്ചർ എന്നാണ് അവർ പ്രൊഫസർ. നമുക്ക് പ്രൊഫസർക്ക് വാക്കില്ലല്ലോ മലയാളത്തിൽ. അവർക്കുണ്ട് പേരാസേരിയാർ. അവർ പേരാസേരിയാർ എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം തമിഴ് ഭാഷ യഥാർത്ഥ ഒറിജിനലായിട്ടുള്ള ഒരു ഭാഷയാണെന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പൊ ഇന്നെന്ത് സംഭവിച്ചിരിക്കുന്നു വെച്ചാൽ, തമിഴിൽ നിന്ന് വന്നിട്ടുള്ള മലയാളം തമിഴിൽ നിന്ന് വന്നാണെന്ന് എല്ലാവർക്കും അറിയാം. മലയാളം തമിഴിന്റെ ഒരു ഡയലക്റ്റായിരുന്നു. ആ ഡയലക്റ്റിനെ നമ്മൾ സംസ്കൃതവൽക്കരിച്ചു. പിന്നെ മലയാളം ചമ്പു വന്നു, പിന്നെ സംസ്കൃതമായി, പിന്നെ ശുദ്ധ ആധ്യാത്മ രാമായണത്തോടു കൂടി തുഞ്ചത്തെഴുത്തച്ഛൻ അദ്ദേഹം ഒറിജിനൽ മലയാളത്തെ തിരിച്ചുകൊണ്ട്, ഇതെല്ലാം കഥകളാണ്. പക്ഷെ ഇന്നത്തെ അതിന്റെ സ്ഥിതി എന്താ? എന്താണെന്ന് വെച്ചാൽ ഒറിജിനൽ വാക്കുകളൊക്കെ പോയി. ഒറിജിനലായിട്ട് വാക്കില്ലല്ലോ, പദമാണല്ലോ. വാക്കെന്ന് പോലുമില്ല, പദം എന്നാ പറയുന്നു. അപ്പൊ ഒരു മലയാളത്തെ തിരയാൻ, നമ്മുടെ മലയാള ഭാഷയെ തിരയാനായിട്ട് ഒരു ശ്രമം നടത്തണം. ഇവിടുത്തെ പിന്നോക്ക ജാതികളുടെ സ്ഥിതി പറയുന്നത് വളരെ കഷ്ടമാണ്. വിദ്യാസാഗർ കേൾക്കേണ്ട ഒരു കഥ ഞാൻ പറയാം. എൻ്റെ ഒരു പേഷ്യന്റ് വന്നു, ഒരു SC വിഭാഗത്തിൽ, ഒരു ദളിത് പയ്യൻ. ആ പയ്യന്റെ പേര് ഞാൻ ചോദിച്ചപ്പോൾ മൂപ്പര പേര് മനു പ്രസാദ് എന്നാണ്. ഞാൻ പറയും, പഹയ എന്തിനാണ് നീ പേരിട്ടിരിക്കുന്നത് മനു പ്രസാദ് എന്ന്? മനു പ്രസാദിച്ചിട്ടില്ലല്ലോ നിന്നെ ചവിട്ടുകയല്ലേ ചെയ്തത് മനു. പിന്നെ എങ്ങനെ നീ നിനക്ക് പേരിട്ടു മനു പ്രസാദ് എന്ന്? അപ്പൊ പേരിടുമ്പോ വരെ നമ്മൾ സൂക്ഷിക്കണ്ടേ? സുന്ദരൻ എന്ന് പറഞ്ഞാൽ സൗന്ദര്യം, അയൽവക്കത്തിൽ ഇവനെന്തിനാ സുന്ദരൻ എന്ന് പേരിടുന്നു? നമുക്ക് സ്വന്തം പറയാം, ഇരുണ്ട വെളിച്ചത്തിലൊക്കെ എല്ലാം കാണാം, ദൂരെ കാണാം, എല്ലാം സുന്ദരിയായിട്ടാണ് തോന്നുന്നത്. പക്ഷേ അപ്പോ മലയാള ഭാഷയും സാഹിത്യവും മലയാള ജാതി വ്യവസ്ഥയൊക്കെ നിലനിന്നിരുന്നത് ഭാഷയുടെ അടിസ്ഥാനത്തിലാണ്. വർണ്ണം അവർണം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് നടക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആരോ ചില ബുദ്ധിയൊക്കെ പറഞ്ഞു തരുന്നുണ്ട് യൂണിവേഴ്സിറ്റികളിലും കാര്യങ്ങളിലൊക്കെ. ഇതാണ് ഒറിജിനൽ മലയാള ഭാഷ, ഇതാണ് നല്ല പദങ്ങൾ, ഇത് ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ക്രമേണ മലയാളത്തിന്റെ എല്ലാ തന്മയത്വവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആര്യവൽക്കരണം എന്ന് പറഞ്ഞിട്ടുള്ള ഉദാഹരണം. നിലവിളക്കിന്റെ കാര്യം തന്നെ പറയാം. ഞാൻ നിലവിളക്ക് കത്തിച്ചല്ലോ. നിലവിളക്ക് കത്തിക്കുക കുഴപ്പമൊന്നുമില്ല. നിലവിളക്ക് മതാചാരങ്ങളുടെ ഭാഗമായിട്ട് വരുമ്പോൾ മാത്രമേ കത്തിക്കാതിരിക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ വിളക്ക് കത്തിക്കണല്ലേ, നഴ്സുമാരുടെ അവിടെ നമ്മൾ പോയിട്ട് കത്തിക്കുന്നുണ്ടല്ലോ. ഒരു മതാചാരത്തിന്റെ ഭാഗമായിട്ട് ഒരു ഭാഗമാവും നിങ്ങൾ പങ്കെടുക്കണ്ട. സാധാരണ മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു പരിപാടിക്ക് ഒരു വിളക്കവിടെ കൊണ്ടുവന്ന് വെച്ച്, ഒരു രാഷ്ട്രീയ സമ്മേളനത്തിന് ദൈവവിശ്വാസികളല്ല എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മീറ്റിങ്ങിന് വിളക്ക് കത്തിച്ച് വെച്ചാൽ അത് കത്തിക്കുന്നത് എന്താണ്? എൻ്റെ അതിനെ പറ്റിയിട്ടുള്ള വീക്ഷണം വളരെ വ്യക്തമാണ് അക്കാര്യത്തിൽ. ഉദാഹരണമായിട്ട് നോമ്പ് തുറക്കാനായിട്ട് മുസ്ലിമുകളെ വിളിക്കാറില്ലേ?
മതാചാരത്തിന്റെ ഭാഗം തന്നെയാണല്ലോ. അപ്പം നിങ്ങൾ പറയാണ് ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാവും. ഇത് ഒരു മതാചാരമാണ്, അതിന് ഞങ്ങൾ നോമ്പ് പിടിക്കാത്ത ഞങ്ങളൊക്കെ കൂടെ പോയിട്ട് എന്തിനാണ് അവിടെ പോയി വെട്ടി വിളങ്ങുന്നെന്ന് ചോദിച്ചാൽ കുടുങ്ങിയില്ലേ? അപ്പൊ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു സമ്മിശ്ര സംസ്കാരമാണ് നമുക്കുള്ളത്. അപ്പൊ അതിലൊരു കുറച്ചൊക്കെ കൊടുക്കലും വാങ്ങലൊക്കെ വേണം, ഗിവ് ആൻഡ് ടേക്ക് വേണം. അതല്ലാതെ ഇത് ഞാൻ പങ്കെടുക്കൂല മറ്റേല് ഞാൻ പങ്കെടുക്കൂല എന്ന് പറയുമ്പോൾ നിങ്ങൾ കുടുങ്ങാൻ പോണ്. കാരണം അതേമാതിരിയുള്ള ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. നിങ്ങളെന്താ അവിടെ പോകണം, നിങ്ങളെന്താ ഇവിടെ പോകുന്നത്, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ, ആ ചെയ്യുന്നത് ശരിയാണോ, നിങ്ങളുടെ മതത്തിൽ ഇത് ശരിയാണോ? അപ്പം ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ അപ്രസക്തമാണ്. കാരണം ഇതെല്ലാം ചില ആചാരങ്ങളുടെ ഭാഗം മാത്രം. ആചാരങ്ങളുടെ ഭാഗമായിട്ട് ആരും നിർബന്ധിക്കുന്നതല്ല. നമുക്ക് വിളക്ക് കത്തിക്കാതിരിക്കാം. കത്തിക്കുന്നവരുണ്ട്. ആര്യാടൻ മുഹമ്മദ് കത്തിക്കാറുണ്ട്, MMS കത്തിക്കാറുണ്ട്, ഇതല്ല പലരും കത്തിക്കാറുണ്ട്. കത്തിക്കാത്ത ആൾക്കാരുണ്ട്. അതൊക്കെ അവരവരുടെ വ്യക്തി സ്വാതന്ത്ര്യം. രണ്ടാമത്തെ വലിയ വിഷയം വരാൻ പോണത് അറബ് വൽക്കരണം. ഞാൻ സ്പീഡ് കൂട്ടുകയാണ് സ്പീച്ചിൻ്റെ. നമ്മളിൽ ചേർക്കെങ്കിലും പ്രത്യേകിച്ച് ഞങ്ങളുടെ ആൾക്കാർക്ക് ഒരു തെറ്റായ ധാരണയുണ്ട്. അറബി രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇസ്ലാമികമാണ്. അല്ല. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട 150 കോടി മുസ്ലിം ഉള്ളതിൽ 10 കോടി മാത്രമേ അറബികളുള്ളൂ. അവരെക്കാട്ടും കൂടുതൽ 15 കോടി ബംഗാളികളുണ്ട്. ബംഗ്ലാദേശിലെ ഭാഷ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭാഷയാണ്. സംസ്കൃതമാണ്. ബംഗ്ലാദേശ് വിമാൻ, ബംഗബന്ധു മുജീബുർ റഹ്മാൻ മനസ്സിലല്ലേ? അവർ പേരുകളൊക്കെ രാഷ്ട്രപതി ഭവൻ എന്നാണ് അവിടെയും പറയുന്നത്. ഭവൻ. അവർ പിന്നെ മമതാ ബാനർജി സംസാരിക്കാൻ തന്നെ ഭവൻ എന്ന് പറയും. മമതാ ഭവൻ എന്ന് പറയും. അവിടെ അവരുടുക്കുന്ന ഡ്രസ്സ് സാരിയാണ്. നിങ്ങൾ ഷെയ്ഖ് ഹസീന വാജിദിനെയും ഷെയ്ഖ് കാളിദാസിയെയൊക്കെ കണ്ടിട്ടില്ലേ? അപ്പൊ ഓരോ മതവിഭാഗത്തിൽപ്പെട്ട രാജ്യങ്ങളിലുള്ളവർക്ക് അവരുടേതായിട്ടുള്ള സംസ്കാരങ്ങളുണ്ട്. പേരുകൾ തന്നെ ഞാൻ പറഞ്ഞുതരാം. ഇത് തന്നെ ഒരു തെറ്റായ ധാരണയാണ് നമ്മുടെ ആൾക്കാർ. ഇപ്പം എൻ്റെ പേര് ഫസൽ ഗഫൂർ ഒരു അറബ് പേര് തന്നെയാണ്, അല്ലാതെ ഞാൻ പറയുന്നില്ല. വിദ്യാസാഗർ ഒരു സംസ്കൃത പേരുമാണ്, അത് സംശയമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഫിലോസഫി വൈസ് നമ്മൾ യോജിക്കുന്നില്ലല്ലോ. ഇല്ല. അപ്പം അങ്ങനെ പേരിട്ട് മാത്രമേ ഉള്ളൂ. ഈ പേരുകൾ തന്നെ തെറ്റായ ധാരണയാണ്. ഈ പേര് ഞാൻ പറഞ്ഞുതരാം. PLOവിന്റെ നേതാവായിരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ബാത്ത് പാർട്ടിയുടെ സൃഷ്ടാവ് എന്നറിയപ്പെട്ടിരുന്ന മൈക്കൽ അഫ്ലക്ക്, അദ്ദേഹം ക്രിസ്ത്യൻ അറബിയാണ്. അദ്ദേഹത്തിന്റെ പേര് അഫ്ലക്ക് എന്നാണ്. അതേമാതിരി തന്നെ താരിഖ് അസീസ്, ഇറാഖിന്റെ ഫോറിൻ മിനിസ്റ്റർ ആയിരുന്നു, വിദേശ. അദ്ദേഹം ക്രിസ്ത്യാനിയാണ്. അദ്ദേഹത്തിന്റെ പേര് അസീസ് എന്നാണ്. അവിടെ റസൂൽ വരുന്നതിനെക്കാട്ടും മുമ്പ് തന്നെ ഇവർക്കൊക്കെ ഇതേ പേര് തന്നെയായിരുന്നു. റസൂൽ വന്നപ്പോൾ പേരൊന്നും ഇവരെ മാറ്റിയിട്ടൊന്നുമില്ല. ആ പ്രദേശത്ത് അറബികളുടെ പേര് ഇതൊക്കെ തന്നെയായിരുന്നു. ഇപ്പോ ഈ അടുത്ത് ബംഗ്ലാദേശിലെ പാർലമെന്റ് സ്പീക്കർ ഇവിടെ വന്നു. ഒരു സ്ത്രീയാണ് അവിടെ പാർലമെന്റ് സ്പീക്കർ. അവരുടെ പേര് ഷിറിൻ ഷർമീൻ ചൗധരി എന്നാണ്. അവരുടെ പേര് ചൗധരി. കാരണം ബംഗാളിൽ ചൗധരിമാരുണ്ട്, മുസ്ലിമുകളുടെ ഇടയിലും ചൗധരിമാരുണ്ട്. ഈ അബ്ദുൽ ബർക്കത്ത് അതാവുൽ ഖാൻ ചൗധരി ഉണ്ട്. അഹമ്മദ് പട്ടേൽ ഇല്ലേ അവിടെ നമ്മുടെ ഗുജറാത്തിൽ? അത് സർദാർ പട്ടേലുണ്ട്, അഹമ്മദ് പട്ടേലുണ്ട്. അപ്പൊ പേരുകൾ ഓരോരോ രാജ്യങ്ങൾക്ക്. ഉദാഹരണമായിട്ട് ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ആയിരുന്നത് ഒരു മുസ്ലിം സ്ത്രീയാണ്, സുകാർണോവിന്റെ പുത്രി. അവരുടെ പേരെന്താ? മേഘാവതി സുകാർണോ പുത്രി. അത് 3 വാക്കുകൾ ഉണ്ടെങ്കിൽ ആ 3 വാക്കുകളും സംസ്കൃത വാക്കുകളാണ്. മേഘാവതി സുകാർണോ പുത്രി. ടർക്കിയിലെ പ്രധാനമന്ത്രിയായിരുന്ന മുസ്ലിം സ്ത്രീ, അവരുടെ പേര് ടാൻസി സ്യൂലർ എന്നാണ്. ടർക്കിഷ് നെയിമാണ്, അറബ് നെയിമല്ല. അപ്പൊ നമ്മൾക്ക് തെറ്റായ ധാരണകളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ആദ്യത്തെ പുത്രന് എന്തായാലും അതുകൊണ്ട് നമ്മുടെ നാടിനനുസരിച്ചിട്ടുള്ള ഉദാഹരണം, റഷ്യയിലെ മുസ്ലിമുകളുടെ പേര് യൂസപ്പോവ് എന്നാണ്. യൂസപ്പോവ്, ഇബ്രാഹിമോവിച്ച്, സ്ലട്ടാൻ ഇബ്രാഹിമോവിച്ച്, സിനഡിൻ സിഡാനെ എന്നാണ് അവരുടെ പേരുകൾ. ആ പേരെങ്ങനെ വരണമെന്ന് വെച്ചാൽ ഒരു ചെറിയ ഡിസ്റ്റോർഷൻ, ഒരു പ്രദേശത്തിന്റെ പേര് കൂടെ ചേർത്തുകൊണ്ടാണ്. ഉദാഹരണമായിട്ട് നമുക്ക് ഏറ്റവും നല്ലൊരു പേര് ഏതാണെന്ന് വെച്ചാൽ കുഞ്ഞാലിക്കുട്ടി. മുന്നിൽ കുഞ്ഞ്, പുറയിൽ കുട്ടി, നടുക്ക് അലി, കുഞ്ഞാലിക്കുട്ടി. നല്ല പേരാണ്. കുട്ടി അഹമ്മദ് കുട്ടി, ഡബിൾ കുട്ടി, അതിന്റെ നടുക്ക് ഒരു അഹമ്മദ്. ഇതെല്ലാം പ്രാദേശികമായിട്ടുള്ള പേരുകളാണ്. ആ പ്രാദേശിക പേരുകളൊക്കെ എടുത്ത് മാറ്റിയിട്ട് വെറുതെ ഒരു തെറ്റായ ധാരണയുടെ മുകളിൽ ഇക്രാമാമുൽ ഹക്ക്, ഇൻസമാമുൽ ഹക്ക്, ഇതൊക്കെ ആര് വിളിക്കാനാ ഫോണിൽ? നമ്മുടെ അടുത്ത് റെക്കമെൻഡേഷൻ വരും ഫോണിൽ. ഹലോ, ഒരു കുട്ടിക്ക് സീറ്റ് കിട്ടണം, ഡോക്ടർ ഒന്ന് പേരൊന്ന് നോട്ടിയോ, ഇൻസമാമുൽ ഹക്ക്. നമ്മളോട് ഇതെന്താണെന്നുള്ളത് മനസ്സിലാവണ്ടേ?
അതിന് പകരം കുഞ്ഞു വൈദ്യം എന്നാന്ന് വിചാരിച്ചു. നമുക്ക് വേഗം മനസ്സിലാവുമല്ലോ, പേര് വേഗം കുറിച്ചെടുക്കുക, പേര് റെക്കമെൻഡേഷൻ വേഗം പറയാം. അപ്പോൾ എന്താണ്, നമുക്കെല്ലാം തെറ്റായ ധാരണകൾ വരും. അതെ, ഒരു ഭാഗത്ത് ഹിന്ദുക്കളുടെ ഇടയിൽ വെജിറ്റേറിയനിസം, വിദ്യാസാഗറിന് അറിയാലോ, സസ്യഭുക്കുകളാവുക, അതാണ് ഒരു ഉത്തമ ഹിന്ദു എന്നൊരു തോന്നൽ അല്ലേ. അതേമാതിരി തന്നെ മുസ്ലിമുകളുടെ ഇടയിൽ ഒരു തോന്നൽ, ഇനിയിപ്പോൾ പുട്ടും ഇഡ്ഡലിയും ദോശയൊന്നും വേണ്ട, നമുക്ക് ഷോർമ അടിച്ചുകൂടാന്ന്. ശരിയല്ല, ഷോർമ ആയിക്കോട്ടെ, അതിപ്പോൾ മക്ഡൊണാൾഡ്സിൽ നമ്മൾ ഭക്ഷണം കഴിക്കണ്ടല്ലോ, അത് ആ സംസ്കാരത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നില്ല. അപ്പം മൊത്തത്തിൽ ഏതെങ്കിലും സംസ്കാരത്തെ കടമെടുക്കുക, എന്തായാലേ ഏതെങ്കിലും സംസ്കാരത്തെ വടക്കേ ഇന്ത്യൻ സംസ്കാരത്തെ കടമെടുക്കുക, അല്ലെങ്കിൽ അറബ് സംസ്കാരത്തെ കടമെടുക്കുക. മൂന്നാമത്തെ ഒരു സംസ്കാരം പാശ്ചാത്യ സംസ്കാരം, അത് ഇവിടുത്തെ മൂന്നാമത്തെ മതത്തിൻ്റെ അവരാണ് അതിൻ്റെ ആൾക്കാർ. അവർ പോർച്ചുഗീസുകാരെ പേരൊക്കെ ഇടും, വാസ്കോഡി ഗാമ. എന്ത് വാസ്കോഡി ഗാമ കുറ്റ്യാടിയിൽ? അയാൾ പോർച്ചുഗലിലിരിക്കല്ലേ, കേട്ടല്ലേ, നിങ്ങൾ കേട്ടില്ലേ, ഡിസൂസമാരും ഡിമാല്ലോമാരും ഒക്കെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇതെല്ലാം ഒരു പാശ്ചാത്യവൽക്കരണം. അതായത് വേറെ കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ വസ്ത്രധാരണ രീതികളെ പറ്റിയിട്ട് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ മറക്കാൻ അനുവദിക്കില്ല എന്നില്ല എന്ന് പറഞ്ഞ മറക്കാനായിട്ട് പോരാടിയ ആൾക്കാരാണ് നമ്മൾ. ഇന്നിപ്പോൾ നമ്മൾ എന്ത് വേണ്ടിയിട്ടാണ് പോരാടുന്നത്? തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോരാടുന്നത്. അതിന് ഞങ്ങൾക്ക് അവകാശം വേണമെന്ന് പറഞ്ഞു. മറ്റൊരു വിഭാഗം എന്താ പറയണമെന്നറിയോ, അവരെ കോളേജിലും സ്കൂളിലൊക്കെ അവരെ പെൺകുട്ടികളെ എത്തിച്ചപ്പോൾ അവർ പറയണമെന്നറിയോ, മുഖം മറക്കണം, ഞങ്ങൾക്ക് മുഖം മറക്കാനുള്ള അധികാരം വേണം. എവിടെയാണ് മുഖം മറക്കാനുള്ള അധികാരം? ഇതല്ലേ, പർദ്ദയൊക്കെ കുഴപ്പമില്ല, അത് പാരമ്പര്യമായിട്ട് ഞങ്ങൾ കോഴിക്കോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മുഖം മറക്കുക എന്ന് പറഞ്ഞാൽ അത് ന്യായമാണോ? അത് ന്യായമല്ല. അത് പറയാൻ ചങ്കൂറ്റം വേണം. ആ ചങ്കൂറ്റം എനിക്കുണ്ട്, അതുകൊണ്ട് നേരത്തെ പറഞ്ഞ ചങ്കൂറ്റം ഉണ്ടെന്നുള്ളത്. അങ്ങനെ പേടിച്ചിട്ട് വരുന്ന ആളൊന്നുമില്ല ഞാൻ അപ്പുറത്തും പറയും ഇപ്പുറത്തും പറയും, രണ്ട് വർഷവും ഞാൻ പറയും. ഇപ്പം അർഷാദിരിക്കണ്ടല്ലോ, ഞങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അർഷാദൊക്കെ ഇവിടെ പാട്ടുകാരായിട്ട് നിൽക്കുന്നു, അത് മനസ്സിലാക്കണം. അതല്ലെങ്കിൽ സംഗീതം പാടില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലേ, സംഗീതം പാടില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഈ അപ്പുറത്തെ വശത്ത് സംഗീതം എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാനി സംഗീതം മാത്രമാണെന്ന് പറയുന്നവരുണ്ട്. അല്ല സോറി, കർണാടക സംഗീതം മാത്രമാണ് ഭാരതത്തിന്റെ സംഗീതം എന്ന് പറയുന്നവരുണ്ട്. അല്ല, ഭാരതത്തിന്റെ സംഗീതം ഹിന്ദുസ്ഥാനി സംഗീതം മാത്രമല്ല, കർണാടക മാത്രമല്ല, ഹിന്ദുസ്ഥാനി സംഗീതം കൂടെയാണ്. ഹിന്ദുസ്ഥാനി സംഗീതം ഇവിടെ കൊണ്ടുവന്നത് മുസ്ലിങ്ങളാണ്. അമീർ ഖുസ്രോ ആണ് ഹിന്ദുസ്ഥാനി സംഗീതം, ഖയാലിന്റെ പിതാവ്. അപ്പോഴാണ് നമ്മുടെ കൂട്ടത്തിൽ ചില ആൾക്കാർ പറയുന്നത് പാട്ട് പാടാൻ പാടില്ല. നമ്മുടെ പ്രിയങ്കരനായ PK അഹമ്മദ് സാഹിബ് AR റഹ്മാന്റെ പരിപാടിക്ക് ഒരു 5 ലക്ഷം രൂപ ഡൊണേഷൻ കൊടുത്തു. അദ്ദേഹത്തെ ഇവിടെ ക്രൂശിച്ചു ഭയങ്കരമായിട്ട്. പക്ഷെ എൻ്റെ സുഹൃത്ത് സുബേറിന്റെ മകൻ വലിയ ഗായകനാണ്, എന്തായാലേ അദ്ദേഹം പാട്ടായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. പ്രസ്ഥാനം അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ പ്രസ്ഥാനങ്ങൾ അത്ര ഉണ്ടാവുള്ളൂ, നമ്മൾ നമ്മുടെ വഴിക്ക് പോകും, പ്രസ്ഥാനത്തിന്റെ വഴിക്കും പോകും. അപ്പൊ അതുകൊണ്ട് സംഗീതം പാടില്ല, അല്ല ഇന്ന രീതിയിലെ വസ്ത്രധാരണം ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അതുമാതിരി തന്നെ എനിക്ക് ആ പാൻറ് ഇട്ടിരിക്കുന്ന രീതി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അർഷാദിന്റെ ഞെറിയാനിക്ക് മുകളിലല്ല പാൻറ് എന്നുണ്ടെങ്കിൽ നരകത്തിലാണ് കിടപ്പ് അർഷാദെ, നീ മനസ്സിലാക്കുക. അല്ല എന്റതും കുഴപ്പമില്ല, അല്ല ഞാൻ തമാശ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇതിലൊന്നും കാര്യമില്ലടോ, ഇതിലൊന്നുമില്ല. കയ്യിലിരിപ്പ് നന്നായിരിക്കണം, കയ്യിലിരിപ്പാണ് ഇതിലേറ്റവും പറഞ്ഞത്, എന്തായാലും. അല്ലാതെ വസ്ത്രധാരണ രീതിയോ കാര്യങ്ങളൊന്നുമില്ല. വസ്ത്രധാരണത്തിൽ സഭ്യത വേണം, സഭ്യത വേണം വസ്ത്രധാരണത്തിൽ. സഭ്യത ഇല്ലാത്ത വസ്ത്രധാരണ രീതിയായിട്ട് 12 മണിക്കും 1 മണിക്കൊക്കെ കറങ്ങിയടിച്ച് ഡൽഹിയിലെയും ബോംബെയിലെയും തെരുവുകളിലൂടെ നടന്നാൽ അതിന്റെ അനുഭവങ്ങൾ മോശമായിരിക്കുമെന്ന് അടിക്കടി പത്രങ്ങൾ നമ്മൾ വായിക്കണം. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല, പത്രത്തിൽ കുറെ നേരം ഫോട്ടോ വന്നിട്ട് കാര്യമില്ല, അനുഭവിച്ചാൽ അനുഭവിക്കേണ്ടി വരും. അപ്പൊ സംസ്കാരം എന്ന് പറയുമ്പോൾ പാശ്ചാത്യ സംസ്കാരം നേരെ അങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് അവരുടെ വസ്ത്രധാരണ രീതിയും അവരുടെ പേരുകളും നേരത്തെ പറഞ്ഞമാതിരി തന്നെ പാശ്ചാത്യ പേരുകൾ അല്ലേ. ഇപ്പൊ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇപ്പോഴത്തെ കുട്ടികളുടെ പലരുടെ പേരെന്താ? ഷിജി, കുജി, ബുജി, എന്ത് പേരത്? പേരിനൊരു പേരുണ്ട്. ഞങ്ങളുടെ കുട്ടികളുടെ പേര് ഭയങ്കര. ആദ്യത്തെ കുട്ടിയുടെ പേര് ഹംലത്ത്, രണ്ടാമത്തെ റംലത്ത്, മൂന്നാമത്തെ കട്ട്ലറ്റ്, 4ാമത്തെ ഓംലറ്റ്. എന്താ പേര്? അപ്പൊ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞറിയോ, ഉമ്മറിന്റെയും റംലത്തിന്റെയും കൂടെ കുട്ടിയാണ്, അതുകൊണ്ടാണ് അതിന് ഓംലത്ത് എന്ന് പേരിട്ടുണ്ട്. എന്ത് ചെയ്യും? എല്ലാവരുടെ ഉണ്ട്. എനിക്ക് ഉദാഹരണങ്ങൾ പെട്ടെന്ന് വരും, എന്റെ സമുദായത്തിനായതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ മൊത്തമായിട്ട് സാംസ്കാരികമായിട്ടുള്ള അധിനിവേശം ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. രാജ്യത്ത് മൊത്തത്തിലൊരു സാംസ്കാരിക അധിനിവേശം നടന്നുകൊണ്ടിരിക്കുന്നു. അത് പല മേഖലകളിലൂടെ വരുന്നുണ്ട്. അത് മതങ്ങളിലൂടെ വരുന്നുണ്ട്, അത് ജാതികളിലൂടെ വരുന്നുണ്ട്, അത് ഇന്റർനെറ്റിലൂടെ വരുന്നുണ്ട്, അത് ഫേസ്ബുക്കിലൂടെ വരുന്നുണ്ട്. ഫേസ്ബുക്കിനെ പറ്റി 2 വാക്ക് പറയാതിരിക്കാൻ വയ്യ.
നിങ്ങൾ പലരും ഫേസ്ബുക്കിലുണ്ട്, എൻ്റെ മക്കളും ഫേസ്ബുക്കിലുണ്ട്. നിങ്ങൾ ദുഃഖിക്കും. എന്താണെന്നറിയോ? ഇപ്പം ഈ സരിതയുടെ കഥ പറഞ്ഞ കാര്യമാണ്. ആ സരിത എങ്ങാനും നിങ്ങളുടെ ഫേസ്ബുക്കിൽ കയറിയിരുന്നെങ്കിൽ അബ്ദുള്ള കുട്ടിയുടെ ഗതിയായിരിക്കും പലർക്കും, രമേശിനടക്കം. എന്തായാലും കാരണം നമ്മൾ നമ്മുടെ സ്വകാര്യ ജീവിതത്തിലോട്ട് എന്തിനാണ് മറ്റുള്ളവരെ വലിച്ചെടുക്കുന്നത്? എൻ്റെ ചോദ്യം വളരെ സിമ്പിളാണ്. നിങ്ങളൊരു ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ നിങ്ങളുടെ അപ്പുറത്തെ വശത്തുള്ള ഫ്ലാറ്റിൽ താമസിക്കുന്ന ആരാന്ന് നിങ്ങൾക്ക് അറിയില്ല, അവരെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അറിയില്ല, അവർക്ക് എത്ര കുട്ടികൾ അതറിയില്ല. പക്ഷെ നിങ്ങൾ ഫേസ്ബുക്കിൽ ഇരുന്നിട്ട് ബീഹാറിലെ ഹാജിപൂർ നിയോജക മണ്ഡലത്തിൽ ഇരിക്കുന്ന ഏതോ ഒരു പാസ്വാനായിട്ട് നിങ്ങൾ ബന്ധപ്പെടുന്നു. എന്നിട്ട് പാസ്വാന്റെ ഫോട്ടോ ഇങ്ങോട്ട്, നിങ്ങളുടെ ഫോട്ടോ അങ്ങോട്ടൊക്കെ വേണം. പാസ്വാന്റെ ഫോട്ടോ കറങ്ങിക്കറങ്ങടിച്ച് എവിടെയെങ്കിലും എത്തും, നിങ്ങളെ കറങ്ങിക്കറങ്ങടിച്ച് എവിടെയെങ്കിലും എത്തും. അവസാനം നിങ്ങൾ ദുഃഖിക്കും. പിന്നെ ഫേസ്ബുക്ക് മറ്റുള്ളവരെ ചീത്ത പറയാനായിട്ടുള്ള ഒരു ഉപാധിയായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം ഫസൽ ഗഫൂർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എന്നെ ചീത്ത പറച്ചിലായി. ഫസൽ ഗഫൂർ എന്ന ഒരു നായാണെന്ന് ഒരുത്തൻ ഫേസ്ബുക്കിൽ. എൻ്റെ മക്കൾ ഞെട്ടിപ്പോയി. അങ്ങനെ ഒരു നായയെപ്പറ്റി നമ്മൾ കേട്ടിട്ടില്ലല്ലോ. ഉപ്പാടെ പേരിലൊരു നായ ഉണ്ടെന്ന്. അവർ എന്ത് നായ? അൽസേഷൻ, ഡോബർമാൻ, ആ ഇനത്തിൽപ്പെട്ട ഒരു മാപ്പിള നായ ഇറങ്ങിയിട്ടുണ്ട്. ഫൗണ്ട് ഓൺലി ഇൻ ആൻഡ് അറൗണ്ട് കാലിക്കറ്റ് ഇൻ മലബാർ, നെയിം ഫസൽ ഗഫൂർ. അവരെഴുതിയിരിക്കണം നായയെ പറ്റി. ഞാൻ ഇതുമായിരുന്നു ഒരു കമന്റ് അടിച്ചു. അതെ 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 അത് കുറെ ലൈക്ക് ചെയ്തു. ആൾക്കാരെ ചെളിവാരി അറിയാനുള്ള ഒരു സംഭവമായിട്ട് മാറുകയാണ് ഫേസ്ബുക്കൊക്കെ. ഫേസ്ബുക്ക് നിങ്ങൾ ദുഃഖിക്കും, നോക്കിക്കോ, ഞാൻ പറഞ്ഞു നോക്കിക്കോ. വേണ്ടാത്ത നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലോട്ട്, മനസ്സിലായല്ലേ, അജ്ഞാതരായിട്ടുള്ള ആൾക്കാരെ കടക്കാൻ സമ്മതിക്കുകയാണെങ്കിൽ അത് നാളെ നിങ്ങൾ ദുഃഖിക്കും. അതാണ് അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നിങ്ങൾ എന്തിനാ കറസ്പോണ്ട്? പണ്ട് കാലത്ത് ഞങ്ങളൊക്കെ പെൻ ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങളുടെ കാലത്തൊക്കെ ചെറുപ്പത്തിൽ പെൻ ഫ്രണ്ട്സ്. പക്ഷെ കുഴപ്പമില്ല, നമ്മളവരെ മുഖം കാണുന്നില്ല, ഒന്നും കാണുന്നില്ല, ബന്ധപ്പെടുന്നില്ല. അവരത് ഇതല്ലല്ലോ. അപ്പം നിങ്ങൾ പോസ്റ്റ് ചെയ്യണം. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പരിപാടിയും നിങ്ങൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അത് ഈ പെൺകുട്ടികളൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് അതിൻ്റെ അബദ്ധങ്ങൾ, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവാനായിട്ടാണ്. ഇപ്പം തന്നെ ഞാൻ സരിതയുടെ കാര്യം പറഞ്ഞത് അതുകൊണ്ടാണ്. ഒരു ഫോൺ കോളിലല്ലേ ഈ പ്രശ്നങ്ങൾ നടക്കുന്നത്. ശൂർപ്പണക ഫോൺ കോൾ വിളിച്ചാൽ പോലും ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. സരിത ഫോൺ വിളിച്ചത്ര ഡയറക്റ്റ്ലി ശൂർപ്പണകാണ് പറയുന്നത്. വസ്തു ഹലോ, ഐ ആം ശൂർപ്പണക സ്പീക്കിംഗ്. നിങ്ങളെപ്പോൾ വന്ന് രാമായണത്തിൽ നിന്ന്? ഞാൻ ഇപ്പം ഇറങ്ങി ഒന്നാണ്. നിങ്ങളെ പറ്റിയാൽ കൂടുതൽ കേട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ലക്ഷ്മണനൊക്കെ നമ്മൾ വേണ്ടെന്ന് വെച്ചു. ഫോൺ നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റുമോ? ഫോൺ എടുത്ത് എന്തെങ്കിലും കേൾക്കണ്ടേ? മനുഷ്യനപ്പോൾ കട്ട് ചെയ്യില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഈ പെണ്ണ് പലയിടത്തും ഫോൺ ചെയ്യണ്ടാവും. ഉടനെ മീഡിയ അതൊക്കെ കൂടെ പൊക്കിയിട്ട്. അല്ല, ഒരു ഉദാഹരണം ഞാൻ പറയണം. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം. ഇതെല്ലാം മിസ്യൂസ് ചെയ്ത് പോകരുത്. കമ്മ്യൂണിക്കേഷൻസിൻ്റെ കാര്യം വരുമ്പോൾ വളരെ മിസ്യൂസ് ചെയ്ത് പോകുന്ന ഒരു കാലഘട്ടമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ പ്രസംഗം അവസാനിപ്പിക്കാം. ഈ അടുത്ത് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്, പുരോഗമനവാദികൾ. അവരെന്താ പറഞ്ഞതെന്നറിയോ? സ്വയം വർഗരതി വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഞാനത് അംഗീകരിക്കുന്നേ ഇല്ല. സ്വയം വർഗരതി ഒരു കുറ്റമാണ്, അവരെ ജയിലിലടക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ നാളെ നിങ്ങൾ എന്തല്ലേ, ഞങ്ങൾക്ക് മൃഗങ്ങളുമായിട്ടുള്ള വേഴ്ച, അതായത് ദാറ്റ്സ് കോൾഡ് ബീസ്റ്റിയാലിറ്റി, അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അനുവദിച്ചു തരാൻ പറ്റുമോ? അതിനെന്താ എന്ന് ചോദിച്ചാൽ, സ്വയംവർഗരതി എന്നുള്ള സംഭവം ഒരു മതവും ഇവിടെ സമ്മതിക്കുന്നില്ല. ഏതെങ്കിലും ഒരു മതം പറയട്ടെ സമ്മതിക്കുന്നുണ്ടെന്നുള്ളത്? ഒരു മതത്തിലും അതിന് അനുവദിക്കുന്നില്ല. അപ്പൊ പിന്നെ എന്തിനാണ് നമ്മുടെ പുരോഗമനവാദികളായിട്ടുള്ള കേന്ദ്രത്തിലെ മന്ത്രിമാരും ചില ഇടതുപക്ഷ ചിന്താഗതിക്കാരും ചില ടൈംസ് ഓഫ് ഇന്ത്യ മാതിരിയുള്ള പത്രങ്ങളും ഒക്കെ ഇതിന് അനുകൂലിച്ചെന്തിനാ ഇതെന്ന് വായിച്ചിട്ടില്ലേ? ബൈബിളിലെ സോഡോമിനെ പറ്റിയിട്ട്, സോഡോമി, ലൂത്ത് നബിയെ പറ്റി വായിച്ചിട്ടില്ലേ ഖുറാനിൽ? അതുമാതിരി അനേകം നമുക്ക് തെളിവുകളുണ്ട്, മനസ്സിലല്ലേ? അതൊന്നും പാടില്ല. അപ്പൊ സ്റ്റേറ്റിനൊരു നിയന്ത്രണം വേണം. അത് പുസ്തകങ്ങളുടെ കാര്യമായാലും കുറേയൊക്കെ സ്റ്റേറ്റ് നിയന്ത്രിക്കണം. അത് അബൌട്ട് ഹിന്ദുയിസം എന്ന പുസ്തകമായാലും വേണ്ടില്ല, ഹിന്ദുസ് ആൻഡ് ആൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ പുസ്തകം പഠിച്ചിട്ട് വേണം. കാരണം മറ്റുള്ളവരുടെ മതവികാരങ്ങളെ നമ്മൾ വ്രണപ്പെടുത്തരുത്. ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ വായിക്കണമെന്നാണ് ഞാൻ പറയുന്നത്, അല്ലേ? അതേസമയം ഒരു സോഷ്യൽ ഇഷ്യൂ ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഉദാഹരണം, അംബേദ്കർ ദ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന പുസ്തകം, അത് നമ്മൾ നിരോധിക്കാൻ പാടില്ല. അത് ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ, മറ്റേതല്ല, ഒരു മതങ്ങളെ നിന്ദിച്ചുകൊണ്ട് എഴുതുന്ന പുസ്തകങ്ങളാണ്. അത് അവർക്ക് വ്യക്തിപരമായിട്ട് അവർക്ക് അതിനെപ്പറ്റി അഭിപ്രായം പറയാം. പക്ഷെ പുസ്തകം, അതും വിദേശികളായിട്ടുള്ള ആൾക്കാർ, വിദേശിയാണ് ഇവർ ആണ് ഇവ മതത്തിനെ പറ്റിയിട്ട് എഴുതുന്നത്. സ്വന്തം മതത്തിലുള്ളവർ തന്നെ ഇത് നമുക്ക് പിന്നെ കുഴപ്പമില്ല. ഇത് വേറെ മതത്തിലുള്ളവർ വന്ന് എഴുതുമ്പോഴാണ് പ്രശ്നം. അതിൽ ആ പത്രസ്വാതന്ത്ര്യത്തെ പറ്റിയില്ല, വ്യക്തി സ്വാതന്ത്ര്യത്തിനൊക്കെ അനുകൂലിക്കുന്ന ആളാണ്. പക്ഷെ ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. നമ്മുടെ മതത്തൊരു മത ഇതിൽ സമൂഹത്തിൽ ഇതിനെല്ലാം ഇത് വെക്കുന്ന ഒരു വിലക്കുകൾ വെക്കേണ്ടതാണെന്നുള്ള അഭിപ്രായക്കാരന് ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളൊക്കെ അക്ഷമരായിരിക്കണം. നമ്മുടെ ഗായകൻ ഇവിടെ സ്റ്റേജിലുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ
പ്രസംഗിക്കുന്നില്ല. എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ജയ് ഹിന്ദ്.